ഓള് മാത്രം പ്രസവിച്ചില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, വേറൊരു പെണ്ണിന്റെ കൂടെ അവിടെ നിൽക്കുമ്പോ സ്വന്തം മക്കളല്ലേ, സ്വന്തം മക്കളെ വെച്ചിട്ട് ഭാര്യ അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യണ്ടേ? അത്രയ്ക്ക് അനുഭവിപ്പിച്ചിട്ട് അത്രയ്ക്ക്. അപ്പൊ ഞാൻ പറയാലോ, നമ്മളെ ഹസ്ബൻഡ് ചിലപ്പോ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ഷമിക്കാം. എന്താണെങ്കിലും ലഹരിയായിട്ടും എന്താണെങ്കിലും വേറെ എന്താണെങ്കിലും നമുക്ക് ക്ഷമിക്കാം. പക്ഷെ നമ്മളൊരു വാല്യൂ ഇല്ലാണ്ട് ഒരു ഒരു അവിഹിതം തന്നെ പറയാല്ലേ, അവിഹിതത്തിനും കൂടെ പോകുന്ന സമയത്ത് എനിക്കത് ഇങ്ങനെ സഹിക്കാനായില്ല. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കാനായില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ കരളലിക്കുന്ന ജീവിത അനുഭവങ്ങളാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് അവസാനം സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ. ഒരിക്കലും ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. ആദ്യമേ നമുക്ക് ആരാണ് ആ പെൺകുട്ടി, എന്താണ് വിഷയം എന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു വരാം. ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങൾ, അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ, അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. എന്റെ ജീവിതവും പോയി, ഇനി വേറൊരാളെ ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. ഇത് തസ്നിയ എമിർ എന്ന് പറയുന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പയ്യനുമായി ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണ്. ആക്ച്വലി ഈ പെൺകുട്ടി അമേരിക്കയിൽ പോകേണ്ടതായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പയ്യനുമായിട്ട് നിക്കാഹ് നടക്കുന്നത്. അതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ ഉപ്പ പണ്ട് മരിച്ച സമയത്ത് പെൺകുട്ടിയുടെ ഉമ്മ ജീവിത പ്രാരാബ്ദം കൊണ്ട് നാട് വിടേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഗൾഫിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് നല്ല ജോലിയൊക്കെ ആണെന്ന് പറഞ്ഞാണ് ഏജന്റ് പറഞ്ഞു വിടുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗദ്ദാമയായിട്ടാണ് ജോലി എന്ന്. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം അവിടെ ഒരു അമേരിക്കക്കാരനുമായി ഈ ഉമ്മ ഇഷ്ടപ്പെട്ട് അമേരിക്കയിലേക്ക് അവർ പോവുകയാണ്. ഈ പെൺകുട്ടി വലുതായപ്പോൾ ഈ പെൺകുട്ടിയും അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ ഉമ്മ ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ പെൺകുട്ടി ഈ പയ്യനുമായി ഇഷ്ടത്തിലാവുന്നത്. അതിനെ തുടർന്ന്, ഇല്ല ഞാൻ അമേരിക്കയ്ക്ക് വരുന്നില്ല, ഞാൻ ഈ പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്, എനിക്ക് ഈ പയ്യനുമായിട്ട് ജീവിക്കണം. സാധാരണ ടീനേജ് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾക്ക് അറിയാമല്ലോ, അവരൊക്കെ വിചാരിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ജീവിതം സ്വർഗമാണ് എന്നൊക്കെ വിചാരിച്ച എല്ലാ പെൺകുട്ടികളും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാണ് ഈ പെൺകുട്ടി. പക്ഷെ പിന്നീടാണ് ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത് താൻ എടുത്ത ആ തീരുമാനം വളരെ തെറ്റായതാണെന്നുള്ളത്. ഈ പെൺകുട്ടി ആ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പിടിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പയ്യന് വേറെ പെൺകുട്ടികളുമായിട്ട് പലവിധമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഐഫോണിൽ ഒരു സെക്ഷൻ ഉണ്ട്, ഇങ്ങനെ മുകളിലേക്ക് ഇതാക്കിയിട്ട് നമ്മളെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ച്, ഞങ്ങൾ രണ്ടാളും, എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരുമല്ലോ, ഫേസ് ഇങ്ങനെ അടുത്ത് വരുമല്ലോ. അതേപോലെ വേറൊരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നത്. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ എന്താ എന്താ പറയാ, ഫുള്ളായിട്ട് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും. എനിക്ക് ചിന്തിക്കാൻ വരെ എനിക്കാവും. എന്റെ വീട്ടിൽ നിന്ന് ഇവർ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സത്യമായിട്ട് സ്റ്റെക്കായി പോകും. കാരണം നമ്മളെ ഭർത്താവിന് വേറൊരു ഇതുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റെക്കായി പോകും. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ അങ്ങനെ ആയിരിക്കും, എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ, ഒരുമിച്ച് പോവാം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ട്വിൻസിനെ പ്രഗ്നന്റ് ആയ സമയത്ത്, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന, ഈ 3 മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല, 3 മണി 4 മണിക്കൊക്കെയാണ് ഉറങ്ങല്. ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്റെ ശരിക്കും പറഞ്ഞാൽ അതെന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത്. ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല. 3 ആളെ എൻ്റെ അടുത്തേ കിടക്കുള്ളൂ, വേറൊരാളടുത്ത് കിടക്കൂല. മൂത്തതാണെങ്കിലും മറ്റേ 2 പിള്ളേരാണെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ. രണ്ടാൾക്ക് ഒരുമിച്ച് പാൽ കൊടുക്കല്, മറ്റേ മൂത്ത മോനും പാലുകൂടിയൊന്നും നിർത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണും കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ്. രണ്ടാമത് ഗർഭിണിയായി ട്വിൻസിനെ പ്രസവിച്ച സമയത്ത്
നല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ആ പയ്യൻ അവിടെ വേറൊരു പെൺകുട്ടിയുമായി അവിഹിത ബന്ധം നടത്തിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റത്തില്ല. ആ പയ്യന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഈ പെൺകുട്ടി നേരത്തെയും പറയുകയുണ്ടായി. ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഈ പറയുന്ന ഫ്രണ്ട്സിനും ഇവനക്കും അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമുണ്ട്, 2 റൂമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വേറെ തന്നെ ഒരു റൂം സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ 24 മണിക്കൂറും ഇവർ ആ റൂമിന്റെ ഉള്ളിലായിരിക്കും. ഹസ്ബൻഡും ഈ ഫ്രണ്ട്സും ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും 24 മണിക്കൂറും. 3 ദിവസം ചിലപ്പോൾ ഉറങ്ങില്ല, 3 ദിവസം ചിലപ്പോൾ ഒറ്റ ഉറക്കായിരിക്കും. മൂത്രമൊഴിക്കാനൊക്കെ എണീച്ചാൽ എണീച്ച്, അല്ലാണ്ട് എണീക്കലില്ല. ഫുഡും വെള്ളവും ഒന്നും വേണ്ട ഇവർക്കൊന്നും, ഒരു സാധനം വേണ്ട. ഒറ്റ കിടത്തം അല്ലെങ്കിൽ ഒറ്റ ഉണർന്ന് ഇങ്ങനെ എപ്പോഴും ഇരിക്കൂല, അതേപോലത്തെ ഒരു അവസ്ഥ. 3 ദിവസമൊക്കെ ഉറങ്ങാണ്ടിരിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മരുന്നൊക്കെ അടിച്ച് നൈസായിട്ടിരിക്കുന്ന കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടി വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധയോ ഫുഡോ കാര്യങ്ങളോ ഒന്നും കൃത്യമായി കൊടുത്തിരുന്നില്ല. അങ്ങനെ പല പല വിഷമാവസ്ഥകളിലൂടെയാണ് ഈ പെൺകുട്ടി പോയത്. അതുകൂടാതെയാണ് ഇങ്ങനെ ഒരു സംഭവം പിടിക്കപ്പെടുന്നത്. അത് ആ പെൺകുട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ആ പെൺകുട്ടി ആ പയ്യന്റെ ഉമ്മയോട് കാര്യങ്ങൾ പറയുകയാണ്. ആ സമയത്ത് അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ അവരാണുങ്ങളല്ലേ, അവര് ഇപ്പൊ ഇങ്ങനെയായിരിക്കും, പിന്നെ മാറും, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരിക്കലും ഈ പയ്യന്റെ ഫാമിലിയിൽ നിന്നും അവർക്ക് ഒരിക്കലും സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം പിടിക്കപ്പെട്ട സമയത്ത് അവര് മകന് സപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത്. അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നുണ്ട്, അത് കേട്ട് തിരിച്ചു വരാം. ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവന്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി പോയ സമയത്ത് കരയുമ്പോ എന്റെ കണ്ണിന്റെ ഇവിടെ റെഡ് കളറാവും. ആ ടൈമിൽ ഞാൻ താഴോട്ട് ഇറങ്ങി പോയ സമയത്ത് ഇവന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, എന്താ മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ഭയങ്കരമായിട്ട് മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒന്നുമില്ലാന്ന് പറഞ്ഞ. ഫസ്റ്റ് ഞാൻ പറയണ്ടെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഉമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മോള് ഇത് ആരോട് പറയരുത്, എന്താ വെച്ചാൽ ആണുങ്ങളാകുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ പറ്റിപ്പോവും, നമുക്ക് ക്ഷമിക്കാം, നമ്മള് പെൺപിള്ളേരെല്ലാം അങ്ങനെ കുറച്ച് ക്ഷമിക്കും, മോൾ ആരോട് പറയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. ആണ് ആദ്യമേ മാറേണ്ടത്. ഈ മനസ്ഥിതി ഇപ്പോഴും ആളുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്വന്തം മോനാണ് അല്ലെ സ്വന്തം ഹസ്ബൻഡാണ്, അതുകൊണ്ട് കുറച്ച് നമ്മൾ സഹിക്കാം, പൊറുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കാരണമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് വളമാകുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. പിന്നെ ഈ പൈൻ്റെ ഒരു ചിന്താഗതി കാശ് കിട്ടാനുള്ള ഇടപെടലുകളാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളതെന്നാണ്. അതിനെപ്പറ്റി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ആ സമയത്ത് ഇവൻ എന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ഇവൻ എന്നോട് അറിയും, ഞാനിവിടെ ഫുള്ള് ലോക്കായിട്ടുള്ളത്, എനിക്ക് പൈസ ഇല്ല, പട്ടിണിയാണ്, അങ്ങനെയൊക്കെ പറയും. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മിച്ച് തരുന്ന ചെലവിനുള്ള പൈസ, മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ എടുത്തില്ല. ഞാൻ ചോദിക്കലുമില്ല, അവരെ വീട്ടുകാരോട് ഞാൻ ചോദിക്കലില്ല, ആരോടും ഞാൻ ചോദിക്കലില്ല. ഉമ്മിച്ചിനടുത്ത് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ. എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവനക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പോ എനിക്ക് ഉമ്മിച്ച് മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഇവൻ കരയൊക്കെ ചെയ്യാൻ സമയത്ത് ഇവന്റെ അവസ്ഥ കണ്ടിട്ട് വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ആ മഹർ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് പിന്നെ അയച്ചു കൊടുത്ത്. ആ സമയത്ത് ഞാൻ ഉമ്മച്ചിനോട് എന്താ പറയുന്നതെന്ന് അറിയാം, ഉമ്മച്ചി ഓ പട്ടിണിയാണ്, ഓ പട്ടിണിയാണ്, അവർക്ക് പണിയില്ലാത്തോണ്ടല്ലേ ഉമ്മച്ചി ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണയം വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചി എടുത്തെടുത്തുനിന്ന് തന്നെ പിന്നെയും പണയം വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്ത്. എന്നിട്ട് ഇവർ രണ്ടാളും കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിക്കല്. എങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനോട് ചെയ്യാൻ തോന്നുന്നത്, അങ്ങനെ ആക്കി തന്നെ അങ്ങനത്തെ ഇതില്. ആ സമയത്ത് അതേപോലെ പിന്നെയാണ് അറിയുന്നത്, ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിലുണ്ടാവും. എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയാ, എന്തായാലും പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവർ രണ്ടാളും അവിടുന്ന് ഫുള്ള് ഡാൻസ് കളി, ചട്ടിച്ചോറ് തിന്നാൻ പോക്ക്. ഞാൻ ഇവിടെ ഈ മക്കളെയും കൊണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് കാര്യങ്ങൾ കുറെ വ്യക്തത ഉണ്ടായിട്ടുണ്ടാവല്ലോ. അവന് പൈസ മാത്രം മതി. ഈ പെൺകുട്ടിയുടെ ഉമ്മ അമേരിക്കയിലാണ്, അപ്പം കാശിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാശ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവനുണ്ടായിട്ടുണ്ടാവും. ഒരു പെൺകുട്ടിക്ക് കാശ് പോയാലോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും തിരിച്ചു വരാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. പക്ഷെ സ്വന്തം ഭർത്താവ് വേറൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിലോ അല്ലെങ്കിൽ വേണ്ടാത്ത ബന്ധത്തിലോ പോകുന്നത് ഒരു പെൺകുട്ടിയും സഹിക്കത്തില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൂടെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കണ്ടു തിരിച്ചു വരാം. ആഴ്ച കഴിഞ്ഞ പാടന്നെ ഞങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് ഹസ്ബൻഡ് ഒരു 3.5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിന്
അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് 1.5 ലക്ഷം രൂപ വാങ്ങിയിട്ടായിരുന്നു ഇവന് ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 1.5 ലക്ഷം രൂപ അവന്റെ ഫ്രണ്ട് അവനോട് ചോദിച്ച സമയത്ത് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കാൻ പറ്റുമോ ആ ടൈമിന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മഹർ ഉണ്ടാക്കി തരാം, പണയം വെച്ചിട്ട് നിനക്ക് പൈസ അയച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാ എന്നാൽ നീ ഒന്ന് ഉമ്മച്ചിനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ ഉമ്മച്ചിനോട് ചോദിച്ചിട്ട് ഉമ്മച്ചി എന്നോട് പറഞ്ഞു ഓക്കെ അത് വെച്ചു കൊടുത്തേക്കാം, നീ കഷ്ടപ്പെടുത്തണ്ട, എന്താ പറയാ ഓരോരുത്തരോടൊക്കെ ചോദിക്കൊന്നും വേണ്ട, കൊച്ചെന്തായാലും തൽക്കാലം വെച്ചു കൊടുത്തിട്ട് ഉമ്മച്ചി എടുത്തു തന്നോളാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മഹർ പണയം വെച്ചു കൊടുത്തു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപാട് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്നാൽ നീ ദുബായിലേക്ക് കയറിക്കോ, നമുക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്കിടക്ക് നീ പോയി കളിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ആവാം, നീ എനിക്കൊരു 4 ലക്ഷം രൂപ ഉമ്മച്ചിന്റെ അടുത്ത് വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് അറിയില്ല, ഞാൻ എന്തായാലും ഉമ്മച്ചിനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ എന്റെ ഉമ്മച്ചിനോട് ചോദിച്ചു, ഉമ്മച്ചി എനിക്കൊരു 4 ലക്ഷം രൂപ തരുമോ, നമുക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ സമയത്ത് ഉമ്മച്ചി പറഞ്ഞു എന്നോട് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ദുബായി പോകും, അതിനുശേഷം നമുക്ക് എന്താക്കാം ആലോചിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ദുബായിലേക്ക് പോയി. ഒരു മാസം കഴിഞ്ഞപാട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ദുബായിൽ എത്തിയ സമയത്ത് ഉമ്മച്ചി എന്നോട് പറഞ്ഞു ഓക്കെ നീ എല്ലാ കാര്യങ്ങളും നോക്കി നോക്ക്, നല്ലതാണെങ്കിൽ ഞാൻ തരാവേ അങ്ങനെ പറഞ്ഞു. ഉമ്മച്ചി എന്നോട് പറഞ്ഞു തട്ടിപ്പായിരിക്കും ചിലപ്പോൾ, വിശ്വസിക്കാനൊന്നും പറ്റൂല, എന്തായാലും നീ നോക്കി നോക്ക്, അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. ആ ഉമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായതാണ്. എന്നാലും അവര് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? അവന് കാശ് മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ നോക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കണം എന്നുള്ളൊരു ചിന്താഗതി അല്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അമേരിക്കയിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഒരു പെൺകുട്ടി ഒരു പ്രേമത്തിൽ അകപ്പെട്ട് അവസാനം ആ പയ്യൻ അവളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്ത് കാശിന്റെ കാര്യത്തിലാകട്ടെ മറ്റുള്ള കാര്യങ്ങളിലാകട്ടെ എന്നിട്ട് ഒട്ടും വിലയോ റെസ്പെക്റ്റോ ഒന്നും കൊടുക്കാതെ അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി സഹിച്ച് സ്വന്തം ജീവിതം നാശത്തിലേക്ക് പോയ ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. ഈ അവിഹിത ബന്ധം പൊക്കിയതിന് ശേഷം ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഡിവോഴ്സ് തന്നെയാണ് ഒരേ ഒരു വഴിയെന്ന്. അതിനുവേണ്ടി മുമ്പോട്ട് പോകുമ്പോഴാണ് പണ്ട് അവിഹിത ബന്ധം പയ്യന്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ മോളെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ ഒന്ന് ക്ഷമിക്ക്, ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, അതങ്ങ് മാറും എന്നൊക്കെ പറഞ്ഞ ആ ഉമ്മ ഇപ്പം ആളാകെ അങ്ങ് മാറുകയാണ്. അവരിപ്പോൾ പറയുന്ന കാര്യങ്ങളോടൊന്ന് നമുക്ക് കേൾക്കാം. ഈ ബന്ധം എങ്ങനെ ഒത്തുതീർപ്പായി പോകില്ലാന്ന് കോടതിയിൽ നമുക്ക് തെളിയിക്കണം, അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ രാവിലെ ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. ആ സമയത്ത് രാത്രി ഞാൻ ഇവനക്ക് മെസ്സേജ് അയച്ച് ഞാൻ നാളെ 3 ആളെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല, ഞാൻ അങ്ങോട്ട് വരാം, 3 മക്കളെയും കൂട്ടിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനക്ക് മെസ്സേജ് അയച്ചു. ആ സമയത്ത് ഇവൻ പറഞ്ഞു മാഷാല്ലാ ഓക്കെ ഡി വാടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ച്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്തൊക്കെ ഇവൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഞാൻ മക്കളെ കൂട്ടിയിട്ടില്ല, ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ വിചാരിച്ചെന്നറിയോ, ഞാൻ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് പോന്നാന്ന് വിചാരിച്ചിട്ട് എൻ്റെ അല്ലാ ഇവരെ ആറ്റിറ്റ്യൂഡ് അവിടെ എത്തുമ്പോൾ കാണണമായിരുന്നു. ഭയങ്കര ഒരു അഹങ്കാരത്തിൻ്റെ സ്വരം ഉണ്ടാവില്ല. ഇവർ കയറി പോയപാട് വെച്ച് മക്കളെ എവിടെ വെച്ച് ഞാൻ പറഞ്ഞു മക്കളെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ പറഞ്ഞു അതങ്ങനെ നിങ്ങൾ പള്ളി കമ്മിറ്റി പറയില്ല, ഫസ്റ്റ് ഞങ്ങളോടല്ലേ പറയല്, ഞങ്ങളല്ലേ ഒത്തുതീർപ്പാക്കണേ, ഞങ്ങളല്ലേ ഇവൻ്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ച്. പിന്നെ ഇവന് ഒരു ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ കിടന്നിട്ട് ആടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ കാല് പിടിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവർ പറഞ്ഞ് എങ്ങനെയും എന്താ പറയുക ഇത്ര അഹങ്കാരം അങ്ങനെയാണ് പെൺപിള്ളേർക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ പറഞ്ഞ് എങ്ങനെ ഒഴിവാക്കി തരൂല, അതെങ്ങനെ ഒഴിവാക്കൽ 3 മക്കളായില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എങ്ങനെ എനിക്കിനി വേണ്ട. അപ്പോൾ നമ്മളെ ഇക്കാക്കമാരൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ വെല്ലുമിച്ചിൻ്റെ ആങ്ങളമാർ, വെല്ലുമിച്ചിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇക്കാക്കമാരോട് പറഞ്ഞു എനിക്കിനി എങ്ങനെയും വേണ്ട. എനിക്ക് ഒരു കാര്യം മനസ്സിലാകാത്തത് ഈ ഉമ്മ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്, അവരും ഈ ഒരു പ്രായത്തിലൂടെ ഒക്കെ കടന്നു വന്ന ഒരാളാണ്. പക്ഷെ ഉമ്മയായതിനു ശേഷം അല്ലെങ്കിൽ ഒരു മകൻ ജനിച്ചതിന് ശേഷം അവരുടെ ആകെ അങ്ങ് ഇതങ്ങ് മാറുകയാണ്. ആണുങ്ങളല്ലേ മോളെ, അവരങ്ങനെയാണ്, അവർ മാറും, ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. പക്ഷെ അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് അതൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങളായാലും ഹസ്ബൻഡോ ആയാലും പോകുമ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. സ്വന്തം മകൻ എന്ന് വരുമ്പോൾ അവർ എല്ലാം അങ്ങ് മറക്കുകയാണ്. അപ്പം മകൻ പാസം അപ്പം അവർക്ക് ഈ പെൺകുട്ടിയെ പറ്റി ഒന്നും ചിന്തിക്കത്തില്ല. അപ്പം എപ്പോഴും ഒരു സ്ത്രീക്ക് ഒരു ശത്രു എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതുമാണ്. സാധാരണഗതിയിൽ പള്ളി കമ്മിറ്റിക്കാരും കാര്യങ്ങളും ഒക്കെ ഒന്നുകിൽ പയ്യന് സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ ഒതുക്കി തീർക്കാം, ആ ഒരു ലെവലിലായിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിക്ക് അവർ കൃത്യമായി സപ്പോർട്ട് കൊടുത്ത് ഡിവോഴ്സിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റിയും ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൂടെ കേട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എടുത്തു പോയിട്ട് സംസാരിച്ച് നമ്മൾ അയൽവാസികളെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മാഷാ അല്ലാ ഞങ്ങളുടെ പള്ളി കമ്മിറ്റീനെ കുറിച്ച് പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ പള്ളി കമ്മിറ്റിയിൽ വന്ന് അവതരിപ്പിച്ച സമയത്ത് അവരൊന്നും നമ്മളോട് മറുത്ത് പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം 3 കുട്ടികളായില്ല, അങ്ങനത്തെ റീസൺസ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ വീട്ടിലേക്ക് വരട്ടെ, അതിനുശേഷം നമുക്ക് ചെയ്യിപ്പിക്കാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന. അപ്പം പള്ളി കമ്മിറ്റിക്കാരും ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പം പുതിയൊരു ജീവിതം കാത്ത ആ പെൺകുട്ടി മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയിൽ പോയി രക്ഷപ്പെടണം എന്നാണ് ആ പെൺകുട്ടി വിചാരിക്കുന്നത്. ഈ പെൺകുട്ടി അമേരിക്കയിൽ എത്തിക്കാൻ സാധിക്കട്ടെ. ഈ പെൺകുട്ടിക്ക് അവിടെ പോയി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ